മാറക്കര ഗ്രാമപഞ്ചായത്തിലെ കൂട്ടാടമൽ അംഗൻവാടിയിൽ ഹെൽപ്പർ ശാന്തയുടെ വിരമിക്കൽ അനുബന്ധിച്ച് ഹൃദയസ്പർശിയായ വിടപറയൽ ചടങ്ങ് സംഘടിപ്പിച്ചു. വർഷങ്ങളോളം കുട്ടികൾക്കായി ആത്മാർത്ഥമായി സേവനം അനുഷ്ഠിച്ച ശാന്തയ്ക്ക് അംഗൻവാടി കുടുംബവും നാട്ടുകാരും ചേർന്ന് സ്നേഹപൂർവ്വം യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ മാറക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK സുബൈർ ശാന്തയ്ക്ക് പൊന്നാട അണിയിച്ച് ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ലത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. മെമ്പർമാരായ KP ഫൈസൽ, ടൂസ്റ്റർ കുഞ്ഞിപ്പ, സജന ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് ആശംസകൾ നേർന്നു. ശാന്തയുടെ സേവനകാലത്തെ ആത്മാർത്ഥതയും കുട്ടികളോടുള്ള സ്നേഹവും എല്ലാവരും സ്മരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കായി ഒരുക്കിയ ബിരിയാണി വിതരണം പ്രത്യേകം ശ്രദ്ധേയമായി. ബിരിയാണി കുട്ടികൾ ആവേശപൂർവ്വം കഴിച്ചു. രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്ത് ശാന്തയ്ക്ക് ആശംസകൾ നേർന്നു. 32 വർഷത്തോളം മാറാക്കരയിൽ സേവനം ചെയ്ത് വിരമിക്കുകയാണ്. വളരെയധികം സന്തോഷം പ്രയാസമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും 30-35 വയസ്സുള്ള കുട്ടികളെ മുഴുവൻ 3.5 വയസ്സ് മുതൽ ഈ അംഗനവാടിയിൽ വന്ന് ഇവരെ ശിക്ഷണത്തിൽ വളർന്ന് വളരെ നന്നായി ഈ പ്രദേശത്തെ മുഴുവൻ രക്ഷിതാക്കളും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ സമയത്തുള്ളത്. ഇപ്പോൾ വാർഡ് മെമ്പർ എന്ന രീതിയിൽ സാഞ്ചേതിയുമായി ഭയങ്കര നല്ലൊരു ബന്ധത്തിലും നല്ലൊരു ബഹുമാനത്തിലും ഞാൻ ശാന്ത ചേച്ചിയെ കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ റിട്ടയർമെന്റ് ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യപരമായിട്ടും ദീർഘായുസ്സോട് കൂടി ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടീച്ചറായിട്ട് എനിക്ക് വളരെ കുറഞ്ഞ സമയത്തെ ബന്ധമേ ഉള്ളൂ. ഞാൻ ഈ പഞ്ചായത്തിൽ വന്നിട്ട് അധികം സമയമായിട്ടില്ല. 33 വർഷത്തെ സർവീസ് എന്ന് പറയുമ്പോൾ വലിയൊരു കാലയളവാണ്. നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാലം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ട് സർവീസിന് വിരമിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളൊരു ലൈഫ് എന്ന് പറയുമ്പോൾ കുറെ കൂടി സന്തോഷത്തോടു കൂടി വീട്ടുകാരോടൊപ്പം അതേപോലെ തന്നെ സാധ്യമായ രീതിയിൽ സമൂഹത്തിൽ ഇടപെടലുകളൊക്കെ നടത്തിയിട്ട് നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അനിവാര്യമായ ഒരു റിട്ടയർമെന്റിലേക്ക് നീങ്ങിയാണ്. എല്ലാവർക്കും ദുഃഖമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും അത് അനിവാര്യതയാണ്. തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ വലിയൊരു സേവനം ചെയ്ത ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എല്ലാം കൊണ്ടും എല്ലാവർക്കും സ്നേഹമുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തി ഒരു സംഗതിയിൽ നിന്ന് റിട്ടയർമെന്റ് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസവും ദുഃഖവും എല്ലാവർക്കുമുണ്ട്. നമുക്കറിയാം 93-ലാണ് ശാന്ത ആദ്യമായിട്ട് ഇവിടെ ആയിരുന്നില്ല. രണ്ടത്താണി പൂവഞ്ചനയ്ക്കുള്ള അംഗനവാടിയിലായിരുന്നു ആദ്യമായിട്ട് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 33 വർഷം കടന്ന് ഒരുപാട് സഹനത്തിലൂടെയാണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടെങ്കിൽ ഇപ്പൊ ഈ 10 വർഷക്കാലമായിട്ട് അടുത്ത വീടും അംഗനവാടിയും നല്ലൊരു അംഗനവാടിയുമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. വർഷങ്ങളോളം അംഗൻവാടിയുടെ വളർച്ചയ്ക്കും കുട്ടികളുടെ നല്ല ഭാവിക്കും സംഭാവന നൽകിയ ശാന്തയുടെ സേവനത്തിന് നന്ദി രേഖപ്പെടുത്തി. സന്തോഷകരമായ വിരമിക്കൽ ജീവിതം ആശംസിച്ചുകൊണ്ടാണ് ചടങ്ങ് സമാപിച്ചത്. മലയാളം ടെലിവിഷൻ, കാടാമ്പുഴ.